എനിക്ക് ആദ്യം അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോ വർഷം 2 കഴിഞ്ഞു, 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു, അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു, പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു, ഇടക്ക് കോടതി പോലീസിന്റെ ചെവി പിടിക്കേണ്ടി വന്നു. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ രാവിലെ 7 മണി മുതൽ അവിടെ ക്യൂ നിന്ന് ഈ കള്ളത്തെ തെരഞ്ഞെടുപ്പിലൂടെ വലിയ വോട്ടിന് പരാജയപ്പെടുത്തിയ വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധത, ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത, അതില് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ പോലും ഞങ്ങൾക്ക് അന്ന് രേഖപ്പെടുത്തിയ വോട്ടുകൾ. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു അവാസ്തവമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ വടകരയിലെ ജനത. അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി അതിശക്തമായി തുടർന്ന വടകരയിലെ ജനത. അതിന്റെ ശേഷം നിങ്ങൾക്കറിയാം ചരിത്രമുണ്ടായത് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത. അപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. പിന്നെ ഇത്തരം ഒരു സത്യാവസ്ഥ നിയമപരമായി പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്ത, നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായ പോലീസിനോടും ഞാൻ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം വളരെ കൃത്യമായി കേസിനെ ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്. നിയമ പോരാട്ടം ഇതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നിശിതമായി വിമർശിക്കപ്പെടുമ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായും ഈ നാടിനോട് ചെയ്യേണ്ട ഒരു നീതിയാണെന്നുള്ള തിരിച്ചറിവിൽ ആ നിയമ പോരാട്ടത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള. ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരും തകർന്നു പോകുമായിരുന്ന ഒരു നിമിഷത്തിൽ തന്റെ സത്യസന്ധത കൈമുതലാക്കിയ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കാണിച്ച അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവര് CPM ഒരാളെ കൊന്നാലോ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടക്ക് ആള് മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ, കമന്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിന്റെ അറിവോടെയല്ല, അവർക്ക് ആർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം, UDFന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമന്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. ഇതായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ടും ഇത്തരം കള്ളത്തരങ്ങളെ മുഴുവനായിട്ട് അവരുടെ ലീഡർഷിപ്പ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFന്റെ കൺവീനർ വരെയുള്ള മുഴുവൻ ആളുകളും, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, DYFI നേതാക്കന്മാർ, അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിന്റെ പുറകെ ഓടുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു കമന്റിന്റെ പുറത്ത് ഉത്തരവാദിത്വം UDFന്റെ ആളുകളുടെയോ സ്ഥാനാർത്ഥിയുടെയോ തലയിൽ കെട്ടിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലെയല്ല. അവര് തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി, എന്നിട്ട് അവര് തന്നെ അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുക, എന്നിട്ട് വലിയ വർഗീയ വിരുദ്ധ പ്രചാരകരായി മാറുക, എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക, തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് അവസാനിച്ചു അവസാനിക്കണമെന്നോ അല്ല, അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോകണം. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവര് നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു UDF അനുഭാവിക്ക് പോലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു നടപടി എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ പിന്നിൽ അവരാണെന്നുള്ള കൃത്യമായ ബോധ്യം അവരുടെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിൽ ചെന്ന് അന്വേഷണം തട്ടി നിന്നു എന്ന ഒരു വാദം പറഞ്ഞിട്ട് കേസിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പുറകിലെ കാരണം കൃത്യമാണ്. കാരണം ഇത് താഴെ തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞൊരു ബുദ്ധിയല്ല,
ഇതിന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വത്തിന്റെയും അറിവോടെ ഈ വടകരയുടെ മണ്ണിനെ വിഷം കലക്കാൻ അവര് നടത്തിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഒരുപാട് ആക്രമിക്കപ്പെട്ടു ഈ വ്യാജ നിർമ്മിതിയുടെ പേരിൽ. അവര് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടന്നു. ഞാൻ പറയുന്നു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇത് ഈ നാടിന്റെ ഐക്യത്തെ തകർക്കാൻ അവർ നടത്തിയ ശ്രമമായിരുന്നു. പൊളിറ്റിക്കൽ പോയ്സൺ ഉൾപ്പെടെയുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ അന്ന് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPM-ൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TP-യെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനുവേണ്ടി ഒട്ടിക്കാൻ CPM-ന്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിന്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉത്തരവുണ്ടോ? അവര് തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിന്റെ ഉത്തരവാദിത്വം UDF-ന്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയ ഒരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോ കേരളത്തിന് ആവർത്തിച്ചു പറയുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിന്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് നാടിന്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്ട് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിന്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിന്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പൊ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിന്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവര് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിന്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിന്റെയും സംരക്ഷണം ഈ പറയുന്ന ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്ത് വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിന്റെ പേരിൽ പ്രസംഗിച്ചത്, നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷെ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ജയവും പരാജയവും വരും പോവും, പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിന്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPM-ന്റെ പ്രവർത്തകരിൽ, നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ് അയാളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് അയാളെ ഒരു വർഗീയവാദിയാക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഞാൻ അതാ പറഞ്ഞു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അതിനൊരാളെ കരുവാക്കിയിട്ട് അവര് തകർക്കാൻ ശ്രമിച്ച നാടിന്റെ ഐക്യമാണ്. കാസിമിന്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ് അപ്പോൾ ആ ഫോൺ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞത്, എന്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പില്ല, ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പോലീസിന് അപ്പൊ തന്നെ മറുപടി ഇല്ല. ആ ചെറുപ്പക്കാരനോട് ഇവരുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വന്ന് മാപ്പ് പറയണം. കടുത്ത ശിക്ഷ ഈ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകണം. അല്ല, പിന്നെ ഞങ്ങളാരും, ഞാനിപ്പോ ഇതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോയാൽ അതിന്റെയൊക്കെ വാർത്ത അതിലേക്ക് പോകും. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. CPM എങ്ങനെയാ പ്രതികരിക്കുക? അവര് തന്നെ ഉണ്ടാക്കി വെച്ച സാധനം, അവര് തന്നെ സംരക്ഷിക്കാൻ വെച്ച സാധനം. പാർട്ടി സെക്രട്ടറി ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത് എന്താ? LDFന്റെ കൺവീനർ വടകരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് അവരുണ്ടാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും ഇവർ നടത്തിയ പ്രസംഗങ്ങൾ എന്താ? അതിന്റെ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു? എന്ത് ന്യായീകരണമാണ് അതിനകത്ത് പറയാനുള്ളത്? ഫുട്ബോളിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊരു അർജന്റീനൻ ആരാധകനാണ്. അത് ജയിച്ചാലും തോറ്റാലും ഒക്കെ അങ്ങനെ തന്നെയാണെന്നുള്ളതിന് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം മെസ്സി ഇപ്പം ഇന്ന് വായിച്ച വാർത്തകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2006 അർജന്റീനക്ക് വേണ്ടി ഗോൾ നേടുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി മാറുന്നു. ഇപ്പൊ 2026 അർജന്റീനക്ക് വേണ്ടി ഗോൾ നേടുമ്പോൾ ആ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ അർജന്റീനക്കാരനായി മാറുന്നു. പ്രായം കൂടിയ ഹാട്രിക്കിന്റെ ഉടമയായി മാറുന്നു. 27 വയസ്സുള്ള എംബാപ്പയും അതുപോലത്തെ അതിലും താഴെ വയസ്സുള്ള എർലിംഗ് ഹാലൻഡും ഒക്കെ ഇന്നലെ അവരുണ്ടാക്കിയ ബ്രേസ്, അവരടിച്ച 2 ഗോളുകൾ ഇന്ന് പുലർച്ചെയാകുമ്പോഴത്തേക്കും ഈ 38കാരൻ ഒരു ഹാട്രിക്കിലൂടെ അതിനോടൊപ്പം നിൽക്കുമ്പോൾ ശരിക്കും അൺഡിസ്പ്യൂട്ടഡ് ഗോട്ട് ഓഫ് വേൾഡ് ഫുട്ബോൾ എന്ന കാര്യത്തിൽ ആർക്കും ഇനി തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അർജന്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ലാതെയാണ് കളി കണ്ടത്. ആ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോ റിസൾട്ട് എന്താണെങ്കിലും വേണ്ടില്ല, ഒന്നും പ്രൂവ് ചെയ്യാനില്ല എന്നുള്ള. മറ്റേത് എല്ലാ വേൾഡ് കപ്പ് എടുക്കുമ്പോഴും ഈ കളർ TV വന്ന ശേഷം കപ്പടിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഉള്ള പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ കുറെ കേട്ടിട്ടാണല്ലോ ഈ കളി കാണാതിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടായില്ല. വളരെ സമാധാനത്തോടെയാണ് കാണുന്നത്. ഇനി ജോർദാനും ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോഴോ അതിന്റെ ശേഷം നോക്കൌട്ടിലേക്ക് കടന്നാലോ കടന്നില്ലെങ്കിലും ഒന്നും വലിയ ടെൻഷനില്ല. എന്തായാലും ഫുട്ബോൾ ആവേശം എല്ലാവരും, എല്ലാ ടീമുകളും ഇപ്പം എന്നാൽ ശരി, നമ്മൾ പറയാം ചെറിയ ചില ടീം, ഇപ്പോ കേപ്പ് വെർഡയുടെ സ്പെയിനിനെതിരായിട്ടുള്ള മാച്ച് നമ്മൾ കണ്ടു. അതിൽ ഗോൾ കീപ്പർ 40 വയസ്സ് തികഞ്ഞ ഒരാൾ, വേറൊരു രാജ്യത്തിന്റെ ലീഗിൽ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരാൾ, രാജ്യത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇപ്രാവശ്യത്തെ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് കരുതപ്പെടുന്ന ഒരു ടീമിനെതിരെ ആ കളിയിലെ ഏറ്റവും കൂടുതൽ ബോൾ ടച്ച് ചെയ്തത് പ്ലേയേഴ്സ് അല്ല. അതിന്റെ കണക്കുകൾ പറയുന്നത് ഫോർവേഡോ ഡിഫൻഡേഴ്സോ മിഡ്ഫീൽഡേഴ്സോ ഒന്നുമല്ല, ഒരു ഗോൾ കീപ്പറാണ്. അയാൾ കെട്ടിയ വല, അല്ലെങ്കിൽ ആ വലക്ക് അയാൾ കെട്ടിയ കോട്ട, അത് എത്ര കരുത്തുറ്റതായിരുന്നു എന്നുള്ളതാണ്. അപ്പം പ്രായവും പ്രദേശവും ജോഗ്രഫിക്കൽ കൺഫൈൻമെന്റും ഒന്നും ഇല്ലാതെ വേൾഡ് കപ്പ് ഫുട്ബോൾ ഓരോ ദിവസവും ഓരോ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ്. അത് എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ചില വർഗീയ വിഭാഗീയ ശ്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ നമ്മളെ എല്ലാ അതിരുകളും ഫുട്ബോൾ ഇല്ലാതാക്കണമല്ലോ, എല്ലാ അതിർവരമ്പുകളും ഫുട്ബോൾ ഇല്ലാതാക്കണം. അത് ആ ഭൂലോകം പോലെ, ആ ഗ്ലോബിനെ പോലെ നമ്മളെല്ലാരെയും ഒരുമിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് ഇത് മാറണ്ടേ.
ഫുട്ബോൾ മാറണ്ടേ. അപ്പോൾ അതിൽ രാഷ്ട്രീയത്തിന്റെ, ജാതിയുടെയും മതത്തിന്റെയോ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നിന്റെയും വ്യത്യാസമില്ലല്ലോ. അതിന് ഫുട്ബോളിനോടുള്ള ഇഷ്ടമാണ്. അല്ല, മെസ്സി അപ്പൊ കയറുന്നത് നല്ലതല്ലേ? ഹാട്രിക്കും അടിച്ചു കഴിഞ്ഞിട്ട് 80 മിനിറ്റിനോട് അടുത്തെത്തി നിൽക്കുമ്പോൾ പിന്നെ അയാളുടെ ഫീൽഡിൽ തുടരാനെന്ന് വെച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ലൈനപ്പും വളരെ സ്ട്രെങ്ത്തുള്ള ലൈനപ്പാണ്. ഇപ്പോൾ അൽവാരസ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നിക്കോ പാസിനെ പോലെ ഒരാൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ, അതിനു മുമ്പ് ഗോൺസാലസിനെ പോലെ ആളുകൾ വരുമ്പോൾ, അവരൊക്കെ ഇനി അടുത്ത മത്സരങ്ങൾ വരുമ്പോൾ മത്സരത്തിന്റെ പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ട ആളുകളല്ലേ. അവർക്കൊരു മാച്ച് പ്രാക്ടീസിന്റെ കാര്യത്തിലും അത് നല്ല ഡിസിഷനാണ്. സ്കലോണി ഹാട്രിക് അടിച്ച ശേഷം മെസ്സിയെ കൂടുതൽ ഇഞ്ചുറിക്ക് വിട്ടുകൊടുക്കാതെ പിൻവലിച്ചത് നല്ല തീരുമാനമാണ്. എപ്പോഴാ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ആരാണെങ്കിലും പോലീസ് നിയമപരമായ കാര്യങ്ങളുമായിട്ട് അതിനകത്ത് മുന്നോട്ട് പോട്ടെ. അതിനകത്തൊന്നും വേറെ തടസ്സം നിൽക്കുന്ന സമീപനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇതിൽ പോലും അന്വേഷണ സംഘത്തെ പറ്റിപ്പോലും വലിയ ആശങ്കകൾ പങ്കുവെക്കപ്പെട്ടിരുന്നു. അന്വേഷണത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ചില ആളുകളെ സംബന്ധിച്ച്. പക്ഷെ ഞങ്ങൾ അതിലേക്കൊന്നും കടന്നിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകണം, നിഷ്പക്ഷമായി മുന്നോട്ട് പോകണം. ഞങ്ങൾക്ക് ഫേവറബിളായി പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിഷ്പക്ഷമായി മുന്നോട്ട് പോകണം. അതിന് ഒരു മാറ്റം വരാൻ പാടില്ല. താങ്ക് യു. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് പിന്നെ നന്ദി അറിയിക്കുന്നു. കാരണം ഇതിന്റെ അതർ സൈഡ് എന്താണെന്ന് തെരഞ്ഞെടുപ്പിന് പോവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ബോംബ് CPM കേന്ദ്രങ്ങൾ നിക്ഷേപിക്കുന്നത്. അത് പൊട്ടിത്തെറിച്ചാലുണ്ടാവുന്ന അപകടം നാടിന് എന്താണെന്നുള്ള തിരിച്ചറിഞ്ഞിട്ട് അതിന്റെ ഒരു അതർ സൈഡ്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് വിശ്വസിച്ച് അതിന്റെ ഒരു അതർ സൈഡ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരും. അവരോടും നാടിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ പറയുന്ന വർഗീയ അജണ്ടകളെ ഓൺ ചെയ്ത് ന്യൂസ് റൂമിലും ഡെസ്കിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന മാധ്യമ മുതലാളിമാരെയും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള അവർക്ക് എതിരായിട്ടും കൂടിയാണ് പോലീസിന്റെ ഈ നീക്കങ്ങളുടെ സത്യാവസ്ഥ പുറത്തു വരുന്നതെന്നും കൂടെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതിന് അവരും അടിവര ഇടുകയാണ്. രാഷ്ട്രീയമായും നിയമപരമായും അവർ സംരക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? ഈ നാടിനെ മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ നടത്തിയ ഒരു ഹീന ശ്രമത്തിനാണ് രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷണം കൊടുക്കുന്നത്. ഞാനാണോ ഈ പറഞ്ഞ വ്യക്തിയോട് ഇത് 200 ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞത്? ഞാനാണോ ഈ വ്യക്തിയോട് ഇത് DYFI നേതാവായ റിബേഷിന് കൊടുക്കാൻ പറഞ്ഞത്? ഞാനാണോ ഈ വ്യക്തിയോട് അത് ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ആളുകളിൽ പെട്ടവരായിട്ട് പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഇത് മറ്റവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാൻ പറഞ്ഞ ഞാനാണോ? അതൊന്നും ഞങ്ങളല്ല. DYFIക്ക് അങ്ങനെ പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ പറയാൻ പോകുന്നത് ഈ നിർദ്ദേശം ആരുടേതാണ് എന്ന് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ അവർക്ക് പറയേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇത്ര ഹീനമായ ഒരു ശ്രമം നടത്തിയ ഒരാളെ രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കുമെന്ന് കേരളത്തിലെ ഒരു യുവജന സംഘടനയ്ക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റൂ? ഒല്ലുമ്പോ കൊടിസുനിമാരെ സംരക്ഷിക്കുന്നത് പോലെ തന്നെയാണ് വർഗീയത പറയുമ്പോൾ ഇവരെ പോലുള്ള ആളുകളെ DYFIയും CPMഉം സംരക്ഷിക്കുന്നത്. ഒറ്റ ഉത്തരവേ അതിനുള്ളൂ, ഒറ്റ കാരണമേ അതിനുള്ളൂ. ഉണ്ടാക്കിയത് അവരാണ്, നിർദ്ദേശം അവരുടേതായിരുന്നു, നേതൃത്വം അറിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വർത്താനം അവർക്ക് പറയേണ്ടി വരില്ലായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും വെളിപ്പെടുത്തുമെന്ന് ചിലപ്പോൾ ഇതിൽ പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവാം. അതിനെ പേടിച്ചിട്ടാണ്. പക്ഷെ ഇനി അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അറസ്റ്റിന് പിന്നിൽ ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഇവര് സ്വയം അപഹാസ്യരാവരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, 200 ഗ്രൂപ്പിലേക്കോ ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കാൻ ഇയാളെ ചുമതലപ്പെടുത്താൻ എനിക്ക് DYFIയിലോ CPMനകത്തോ അതിന്റെ റാങ്ക് ആൻഡ് ഫയലിനോ ഡയറക്ഷൻസ് കൊടുക്കാനുള്ള അധികാരമുള്ള ഒരാളല്ല ഞാൻ അവരുടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. റിബേഷ് എന്ന് പറയുന്ന DYFIയുടെ ബ്ലോക്ക് നേതാവിന് ഇത് അയച്ചു കൊടുക്കാൻ എന്റെ നിർദ്ദേശമല്ല ഇപ്പോൾ ഉള്ള ഈ DYFIക്കാരന് ചെന്നിട്ടുണ്ടാവുക. അതൊക്കെ ആലോചിച്ചാൽ ആളുകൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ ജനങ്ങളിലെ സാമാന്യ ബോധത്തെ, യുക്തിയെ ഇനിയും വെല്ലുവിളിക്കരുത്. അതെന്താണെങ്കിലും ഞാൻ പറഞ്ഞിട്ടാവില്ലല്ലോ. ഞാൻ തന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ എന്റെ വാഹനം തടയുന്നു DYFIക്കാരോട് പറഞ്ഞാൽ DYFIയുടെ പ്രവർത്തനത്തിന്റെ റാങ്ക് ആൻഡ് ഫയലിന് നിർദ്ദേശം കൊടുക്കുന്ന ആളല്ലല്ലോ ഞാൻ.
ഞാനല്ലല്ലോ അത്. അപ്പൊ അതിനേക്കാളൊക്കെ ഗൗരവമാണ്. ഇപ്പം നമുക്കെതിരായിട്ടൊരു സമരം നടന്നു, അല്ലെങ്കിൽ അവിടെ ഒന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ല. അതിനേക്കാളൊക്കെ ഗൗരവം ഈ പ്രശ്നം തന്നെയാണ്. ഇത് നാടിനെ തകർക്കാൻ നടത്തിയ ശ്രമമാണ്. ആ ശ്രമത്തിന് ഇനിയും രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷണം കൊടുക്കുന്നു പറയുമ്പോൾ ജനങ്ങൾ ഇനിയും പൊളിറ്റിക്കലി പ്രബുദ്ധരായ ജനത ഇനിയും അതിനെതിരായ പ്രതികരണങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഓർത്താൽ അവർക്ക് നല്ലത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.